രാവിലെ നിങ്ങൾ കാണൂലേ? അപ്പോൾ രാവിലെ പറയാം. ഇന്നലെ പറഞ്ഞിക്ക് പൈസ ഉണ്ട്. പിന്നെ അയാള് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ പോകുമ്പോഴത്തേക്ക് പൈസ 100 തരുമെന്നല്ലേ. അപ്പോൾ പോകുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്നും പറഞ്ഞിക്കില്ല. ഞാൻ ഇന്നലെ പറഞ്ഞിക്ക് ആ പൈസ ഒന്ന് തരാൻ പറ്റുമോ, ആ കൊടുക്കാനും ഒന്നും പറഞ്ഞിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ നോക്കട്ടെ, നമുക്ക് അങ്ങ് റെഡിയാക്കി കൊടുക്കാൻ പറ്റുമോ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ നമ്മൾ പിന്നെ നാട്ടിൽ നമുക്ക് പൈസയും കിട്ടുന്നില്ല. വിസ അടിച്ചതിന് ശേഷം മതിയാക്കി അതാ. അതുപോലെ നമ്മൾ ഫോണിൻ്റെ ബില്ലടക്കേണ്ടതുണ്ട്. പിന്നെ ഒരു 15,000 ഉണ്ടോ, അത് ഞാൻ ഇന്നലെ ഹലോ ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാണ്ടായിപ്പോയി വെച്ചാൽ 3 ദിവസമായി ഹോസ്പിറ്റലിലായിപ്പോയി. പരിപാടിയെല്ലാം കഴിഞ്ഞ് എന്തോ പള്ളൊക്കെ പിടിക്കാണ്ടായിപ്പോയി. അങ്ങനെ ഭയങ്കര വയറ്റുന്ന പോക്കും പനിയും അങ്ങനെ വിളിക്കാനും പറയാനൊന്നും പറ്റില്ല. ഇന്നാ ശരിയായിരുന്നു. ഇപ്പം പിന്നെ റെഡി ആയില്ല, ഓക്കെ. കാരണം വയറ്റുന്ന നോക്കിയാണ് പനിയും എന്തോ സംഭവിച്ചു. പെട്ടെന്നായിട്ട് എന്തോ എനിക്ക് തോന്നുന്നു എന്തോ കഴിച്ചതിലെന്തോ പറ്റിപ്പോയതാന്ന് തോന്നുന്നു. ആ തിരക്കിലായിപ്പോയി. അതുകൊണ്ട് ആ വിളിക്കും പറയുകയും ചെയ്യാൻ. ഇപ്പം വിളിച്ചിട്ട് പിന്നെ വിളിക്കട്ടോ. ഇപ്പം വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കും. ഓക്കെ, ആയിക്കോട്ടെ. ഇതിൽ തന്നെ വിളിച്ചാൽ മതി. പുരയിൽ ഞാൻ കാർഡ് കാറ്റിക്കില്ല. പിന്നെ ഇവിടുത്തെ വൈഫൈയിൽ ഇവിടുന്ന് വിളിക്കാനുള്ളൂ. കാരണം നമ്മൾ ശരി. ഞങ്ങൾ പള്ളി അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഇപ്പം വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു എന്നോട്. പൈസൻ്റെ ഹലോ നമസ്കാരമുണ്ടേ. ഞാൻ ഇവിടെ നോക്കട്ടെ, ഞങ്ങൾ വിളിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്. ഞാൻ വന്നിട്ട് വൈകുന്നേരം വിളിക്കട്ടെ. ഞാൻ ലേശം വൈകുന്നേരം വരുവേ. ഇന്നലെ മോന്തിക്ക് പെട്ടെന്ന് പോകുന്നത്. കാരണം സാബിള ഹോട്ടലിൽ വിൽക്കുന്നതാണെന്ന് പറഞ്ഞ് എന്നൊരാൾ വിളിച്ചിരിക്കുകയാണ്. ഞാൻ ബിസി അടിച്ച് പോകുന്നില്ല. അങ്ങനെ സാബിള ഹോട്ടലിൽ വിറ്റ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വിസാങ്ങനത്തിലായി പോയാൽ പിന്നെ എനിക്ക് വരുവാനാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പിന്നെ ഇന്ന് പോകുന്നത് 10 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പോലും വിചാരിച്ചു. 12 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നലെ പെട്ടെന്ന് ഇങ്ങനെ റിസൾട്ട് വരുന്നത് സാബിള ഹോട്ടലിൽ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കാര്യങ്ങൾ പോകുന്നതാ. അന്നേരം ഒന്നും പറയാൻ പറ്റിയില്ല. ടിക്കറ്റ് ഇന്നലെ രാത്രി കിട്ടി, വൈകുന്നേരം കിട്ടി. അതുകൊണ്ട് പോകുന്നു. ഹലോ ദിനേശ് ചേട്ടാ, ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് 2-3 ദിവസമായി. ഇന്നൊക്കെ 3 ദിവസമായി. ഇന്നലെ ആ മോന്തി കാർഡ് കാട്ടി ഫോണിൻ്റെ അകത്ത് കാർഡ് മെസ്സേജ് തന്നെ എഴുതുമ്പോൾ തീർന്നിട്ട് നെറ്റ് നോക്കട്ടെ. ഞാൻ വിചാരിച്ചിട്ടാ ഇന്ന് ചില കഴിഞ്ഞിട്ട് ചെയ്യാം. നിങ്ങളെ വിളിച്ചെടുത്ത ചില പൈസ പിന്നെ 45,000 രൂപ നമുക്ക് അക്കൗണ്ടിൽ ഇട്ടത്. പിന്നെ ബാക്കി ചില പൈസ പിന്നെ 45,000 രൂപ നമുക്ക് അക്കൗണ്ടിൽ ഇട്ടത്. പിന്നെ അതിനെ ചേട്ടാ, ഞാൻ പിന്നെ ഞാനവിടെ ഉള്ളവരും അങ്ങനെ പുറത്തുള്ളവരോടെങ്കിലും സ്വർണ്ണം വാങ്ങിയിട്ട് വേണം വെക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇന്ന് ചില കഴിഞ്ഞിട്ട് ചെയ്യാം. നിങ്ങളെ വിളിച്ചെടുത്താലും വിചാരിച്ച് പൈസ എല്ലാം ആകുന്നില്ല അങ്ങ് തരാമെന്നാലും വിചാരിച്ചത്. അതെന്താ അന്നേരമാണ് ഈ ദുരിതം പിടിച്ച കാക്ക പിന്നെ ലൈസൻസ് മാറുന്നത് കൊണ്ട് വിസ ക്യാൻസലായി പോകും, അതുകൊണ്ട് വേറെ ഇറങ്ങണമെന്നും പറഞ്ഞിട്ട് വിളിയോട് വിളി തന്നെ. ഞാനിവിടെ പൈസയും കൊടുത്ത് വിസ അടിച്ച് പോയാലേ വിസ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ അയാൾക്കൊന്നും പ്രശ്നമില്ലല്ലോ. അയാളത് കഴിഞ്ഞാലോ അയാൾ പറയല്ലോ ഞാൻ വിളിച്ചു വന്നെങ്കിൽ എന്താ ഡയറക്റ്റല്ലേ എന്നെ ചോദിക്കും. അപ്പോൾ അത് പേടിച്ചിട്ട് ഒന്നും നോക്കാണ്ട് ഒരു ടിക്കറ്റ് കിട്ടി അങ്ങനെ തന്നെ കാര്യങ്ങൾ പോകുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ അതല്ല ഞാൻ വിചാരിച്ച് വന്ന് നമ്മുടെ പൈസ ഇനിയിപ്പോൾ നമ്മൾ ആളില്ലാണ്ടെന്നുള്ള ഒരേ ആളുമില്ല. ഒരു പ്രസവ കേസിന് പോവാണ് പിന്നെ മോളെയും കൊണ്ട് ഓമൽ ശരി. അപ്പോൾ പിന്നെ ഇപ്പം പുറകെ കൂടി കഴിഞ്ഞാൽ ചെറിയോക്ക് നമ്മൾ ഗർഭിണിയാണ്. അപ്പോൾ ഏകദേശം സമയം ആയിക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഞാനിങ്ങനെ ഇവിടെ പാടെ ആടുന്ന ഞാൻ കാണല്ല, അല്ലാണ്ട് വിളിക്കൊന്നും നടക്കില്ല. ഞാൻ വേറെ ഉദ്ദേശം വെച്ചിട്ട് ഞാൻ പറഞ്ഞ് അപ്പോൾ നോക്കട്ടെ. ഞാൻ വിടുന്ന തന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് നോക്കാളിക്കട്ടെ. ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്ത് തരാം. ഓക്കെ, ബാക്കി പൈസ അയാൾ ഇവിടുന്ന് തരാമെന്ന് പറഞ്ഞേ. പക്ഷേ പൈസ പിന്നെ 45,000 രൂപ അയാൾ നമുക്ക് അക്കൗണ്ടിൽ ഇട്ടത്. പിന്നെ അതിപ്പോൾ വാങ്ങും, അത് കഴിഞ്ഞ് വാങ്ങും. ഇപ്പം ഏകദേശം എന്തെല്ലോ പ്രശ്നമുണ്ട്, അത് വാങ്ങും. 45,000 രൂപ എൻ്റെ അവിടെ നാട്ടിലെ അക്കൗണ്ടിലിട്ട്. ഓക്കെ, എല്ലാം റെഡിയാക്കിയിട്ട്
ഇവിടെ റിപ്ലൈ തരാം. ഞാൻ പൈസ ഒന്ന് സെറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് റെഡിയാക്കട്ടെ. ഇവിടുന്ന് ഞാൻ പണിക്കൊന്നും കാര്യമില്ല. ഇവിടെ പണിക്ക് കാര്യം കഴിഞ്ഞാൽ പൈസ എന്തെങ്കിലും നമുക്ക് സ്ഥിതി മതി. ഞാൻ പറഞ്ഞിക്കൊല്ലൊന്നുമില്ല. ഞാൻ ഉദയവി എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ കുറച്ച് വിചാരിച്ചു. ഞാനങ്ങ് എത്തി. എൻ്റെ പരിപാടി കഴിയുന്നതിന് മുമ്പേ അയാൾ വിളിച്ചിരിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ട് എൻ്റെ മരുവളെ വിളിച്ചിട്ട് രൂപ വേണ്ടിയിട്ട് കൊടുത്തു. ആ 95 അങ്ങനെ പോയി. ആ 95 വിസ കൊടുത്തിട്ട് ഒരു മാസത്തിലായിക്കുള്ളൂ. അങ്ങനെ അതങ്ങനെ പോയി. അത് പോയി. അത് പിന്നെ തിരുമറി ഞങ്ങളോട് പറഞ്ഞില്ല. ഞാനടുള്ളതാണെങ്കിൽ ഈ കാക്ക ഇങ്ങനെ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ കാർഡിന് വേറൊരു വഴിയിലാക്കി കുറച്ച് പൈസ കുറച്ചെങ്കിലും കാർഡിന് റെഡിയാക്കി തരാൻ നിങ്ങൾ വിളിക്കാമെന്ന് വിചാരിച്ചു. അന്നേരമാണ് ഇത് ഈ പ്രശ്നം വന്നത്. ഇത് പേടിച്ചിട്ട് ഒരു ടിക്കറ്റ് ആയിരുന്നു 16,000 രൂപ കൊടുത്ത് ടിക്കറ്റ് കട എടുത്തിട്ട് പോകുന്നത്. പിന്നെ പൈസ അയച്ചു കൊടുത്തിട്ടില്ല. അത് പൈസ എനിക്ക് അയച്ചത് 45,000 രൂപ അയച്ചിട്ട് അതിൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ പേപ്പർ. പിന്നെ ഒരു 50,000 ഉണ്ട്. അത് അയാളെ എനിക്ക് എൻ്റെ കൈ കിട്ടിയില്ല. ഞാൻ വേറൊരാളെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അയാളെ കൈ കിട്ടിയില്ല. അയാൾക്ക് ഒരു മാസം എന്തായാലും ഡേറ്റ് വരാൻ തോന്നുന്നു അയാളോട്. അയാൾ കിട്ടിക്കഴിഞ്ഞാലാണ് എനിക്ക് കൈ കിട്ടുള്ളൂ. 45,000 എൻ്റെ കൈ കിട്ടിയത്. ലക്ഷം വിളിക്കാട്ടോ. രാവിലെ തുറക്കില്ല. ഇവിടെ ഒരു ഉദയവേലി ഒരു പീടിയ കാര്യമായിരിക്കും. ഇത് നോമ്പ് തുറന്നിട്ട് വിളിക്കാം. ദിനേശേട്ടാ നിങ്ങളിങ്ങനെ ഇവിടെ എത്തിക്കാ നാട്ടിലുള്ളേ ചേട്ടാ. ഞാനാടുന്ന് ആടാ സാഗർ റെസ്റ്റോറൻറ്റ് പൂട്ടിക്കല്ലേ. ഞാനാടുന്നെങ്കിൽ മാറിയിട്ടുണ്ട് ഉദയവേലല്ലേ. ദിനേശേട്ടാ അന്ന് നിങ്ങൾ ഇട്ടിട്ട് ഞങ്ങളോടൊന്ന് മറുപടി അറിയാൻ എന്താണോ നാട്ടിൽ ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ നാട്ടിൽ മോളൊരു പരിപാടിക്ക് പോയതാണ്. എല്ലാം പൈസ ചിലവായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ പൈസ ഇയാൾ അക്കൗണ്ടിലിട്ടിട്ട് ഓലെന്ത് ചെയ്ത് പോയി എന്നോട് ഞാൻ അറിയാണ്ട് പോലെ എന്തോ അങ്ങ് എടുത്ത് പോയി. പിന്നെ അതെന്ത് ചെയ്യാൻ അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു അത്യാവശ്യ പ്രശ്നം വന്നിട്ട് അവരെടുത്ത് ഓരോട് പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ പൈസ ഉണ്ടെന്നും. പക്ഷേ ചെറിയൊക്കെ മെസ്സേജ് ചെയ്യുന്നൊക്കെയാണ്. അന്നേരം എന്തോ അത്യാവശ്യം വന്ന് ഓരോ എടുക്കുകയും ചെയ്ത്. പിന്നെ അവരോട് പറയുകയും ചെയ്തു എൻ്റെ പൈസ ഇത് ഒരാളെ പൈസ മക്കളെ ഇപ്പം എന്താ ചെയ്യാന്ന് ചോദിച്ചു. അന്നേരം ഞാൻ വിചാരിച്ചു ആരോടെങ്കിലും നമുക്ക് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ആരോടെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും കുട്ടികളോട് 3,000 രൂപ വാങ്ങിയാൽ കുറേ പൈസ കുറച്ച് പൈസ നിങ്ങൾക്ക് തരാം. എന്തായാലും ആ പൈസ എന്തായാലും നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഈ കാക്ക വിളിയോട് വിളി. ഇപ്പോൾ സംഗതി ശരിയായി. ഇപ്പോൾ ലൈസൻസ് എല്ലാം കട്ടാവുകയും പീടിയെല്ലാം ബന്ധായി, കാറിലെല്ലാം ബന്ധായി, മൊത്തം ബന്ധായിട്ടുള്ളത്. പിന്നെ അതൊന്നും ഇതിനാ വിസ പഠിച്ച് പോയതുകൊണ്ട് അയാൾക്ക് പൈസ പോയപ്പോൾ തന്നെ പേടിച്ചിട്ടായിരിക്കും അയാൾ വിളിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഇല്ല. ഞാൻ പിന്നെ പാഞ്ഞിങ് പോരുകയും ചെയ്തു. ഞാൻ പോകുന്നതാണ് അവിടുന്ന് ടിക്കറ്റ് കാർഡ് എടുത്ത് പോകുന്നത്. ഇപ്പോൾ തന്നെ എൻ്റെ മോള് പ്രസവിച്ച് ഹോസ്പിറ്റലാണ്. പ്രസവിച്ചിട്ട് മെങ്ങാന്ന് പോയതാ. അന്ന് തന്നെ പ്രസവിക്കുകയും ചെയ്തു ഹോസ്പിറ്റലാണ്. പുര ഇപ്പം പൂട്ടിയിട്ടാണ്. പുരയിൽ ആരുമില്ല. ഓളങ്ങനെ മോളോടിയാണ് ഇപ്പം താമസിച്ച പുതിയ പുരയിൽ മൂത്ത മോള് ഓളിൽ ഇപ്പം കൂടിയേ. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിലാണ്. ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ നമ്മളാടുണ്ടെങ്കിൽ ആരോടെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ആരെടുത്തെങ്കിലും പോയിട്ട് രണ്ടു ചെറിയ കാർഡുണ്ട് അത് അയാളെ പൈസ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പറയാനിട്ട് വാങ്ങുമല്ലോ ചെയ്യാം. അല്ലെങ്കിൽ ആരോടെങ്കിലും പൈസ എന്തെങ്കിലും ഒത്തിരി മതിയാക്കുക അങ്ങനെല്ലാം ചെയ്യാം. പക്ഷെ അത് നാട്ടിൽ ആരും ഞാൻ വേണം നാട്ടിൽ. അല്ലാണ്ട് വിളിച്ചു പറഞ്ഞാൽ കിട്ടുന്ന പരിപാടി ഒന്നും ഇല്ല നാട്ടിൽ. അതൊന്നും ആരും ഉണ്ടാവില്ല പൈസ. അപ്പോൾ അതങ്ങനെ ഒരു വിഷയമുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ടിക്കറ്റിൻ്റെ പൈസ ഞാൻ ഇപ്പം കിട്ടിയിട്ട് പിന്നെ ബാക്കി പൈസ ഉണ്ടെന്നാൽ ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ കിട്ടിയില്ല. അത് പോകുമ്പോൾ തന്നിട്ടില്ല. നിങ്ങൾ വന്നിട്ട് തരാം എങ്കിലും ഞാൻ പറഞ്ഞില്ല. എന്നാൽ ഉറപ്പായിട്ട് വിജയിക്കും. പല വിജയിക്കില്ല. ഗൾഫിലും നല്ല പരിപാടി. ഗൾഫിലല്ലോ ഇപ്പോൾ വന്നിട്ടൊന്നും ഒരു കാര്യം എന്നാൽ കഷ്ടമില്ലെന്ന് വിടണ്ട. പാലത്തിൻ്റെ ആടെ നല്ല ഇപ്പോൾ 24 മണിക്കൂർ ആയാലേ അതിനെ കൂടി വണ്ടി പോകുന്ന സ്ഥലം. അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ ഫുൾ ടൈമും ഒരു പരിപാടിയിലായിട്ട് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയായാലും നല്ല കച്ചവടം ഉണ്ടാവാം. പിന്നെ നമുക്ക് വിശാലൊരു ചേട്ടാ ഞങ്ങളോട് അന്നേരം പറയുന്ന സംഗതി നിങ്ങൾ പിന്നെ നാട്ടിൽ നമുക്ക് പൈസ ഒന്നും റെഡിയാക്കാനാണെന്നൊരു സംഭവമല്ല. ഇപ്പോൾ ഞാനെങ്കിൽ വീട്ടിലുള്ളത് പെണ്ണുങ്ങൾ പോലെ അടച്ചിട്ടാണ് ചെറിയ പ്രസവിച്ചിട്ട് ഭാര്യ അങ്ങ് പോയ വീട്ടിലുള്ളത്. പിന്നെ എൻ്റെ ഉമ്മ ശരിയില്ലാണ്ട് പിന്നെ ഐസിയുലാണുള്ളത്. പിന്നെ അമ്മക്ക് ലിവറിൻ്റെ കംപ്ലയിൻറ്റ്, പിന്നെ കിഡ്നീൻ്റെ കംപ്ലയിൻറ്റ്, അങ്ങനെയുള്ള പ്രശ്നമായിട്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ ഇപ്പം ഇപ്പോൾ ഉള്ളത്. ഞങ്ങളോട് പറഞ്ഞില്ലേ നോമ്പെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് പൈസ നിങ്ങളെ ഈ പൈസക്ക് വേണ്ടി മാത്രമേ ഞാൻ ഇതിൻ്റെ വിസ ക്യാൻസൽ ഇപ്പോൾ പേടിച്ചിട്ട് പോകുന്നു. പിന്നെ നാട്ടിൽ നിന്ന് ഇപ്പോൾ 1 ലക്ഷം രൂപ നമുക്ക് നാട്ടിൽ നിന്ന് നമുക്ക് റെഡിയാക്കാൻ പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കേസിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിവിടുന്ന് നോമ്പെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പണിയെടുത്തിട്ട് കുറേശ്ശെ ആക്കിയിട്ട് നിങ്ങൾ റെഡിയാക്കിയിട്ട് വെച്ചാൽ ഞാൻ എത്തിച്ചു. ഇപ്പം ഇവിടുന്ന് നമുക്ക് നോമ്പിന് ഇവിടുന്ന് പൈസ തിരുമറിയാക്കാൻ ഇപ്പോൾ 4 ആവില്ല. നോമ്പ് കഴിഞ്ഞ് ഇപ്പോൾ നാളെയും കൂടിയേ ഉള്ളൂ. മറ്റന്നാൾ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ പണിയെല്ലാം ചാലുമായി നമ്മൾ പൈസ എല്ലാം അങ്ങനെ കുറേശ്ശെ റെഡിയാക്കി എല്ലാവർക്കും ഉണ്ടെങ്കിലും ആരെങ്കിലും കൊടുത്തിട്ട് അത് പിന്നെ കുറച്ച് കൂടുതലാക്കി അയപ്പിച്ചിട്ട് നമുക്ക് ക്ലിയർ ആക്കും. കുറേശ്ശെ ആക്കിയിട്ട് അല്ലാണ്ട് ഇപ്പോൾ നാട്ടിലെല്ലാം ഇപ്പം പൈസ തരണം പറഞ്ഞാൽ ഇപ്പം നമുക്ക് നടക്കാത്ത കേസുണ്ട്. ഞങ്ങളോട് പറഞ്ഞില്ല ഞാൻ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കും. ഞാൻ പരിശ്രമിക്കും. എന്തെങ്കിലും വകുപ്പുകൾ കാണും. എന്തെങ്കിലും ചെയ്യും. നമ്മളിപ്പോൾ അങ്ങ് പോയി പാഞ്ഞിങ്ങ് പോരുകയും ചെയ്തില്ലേ. പിന്നെ ഞാൻ എന്ത് മറുപടിയാണ് പറഞ്ഞത്. ഇത് ഞങ്ങളോട് ഞാൻ ഒരേ പ്രാവശ്യം പറഞ്ഞതാണ്. പിന്നെ ഞങ്ങളോട് ഞാൻ പറയേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഈ നോമ്പെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ആരോടെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി നോക്കട്ടെ. എന്നിട്ട് ആരെങ്കിലും നമുക്ക് ഉമ്മക്ക് പെട്ടെന്ന് പനി വന്ന് അങ്ങനെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് ആ ഹോസ്പിറ്റൽ പറഞ്ഞ് അവിടെ എടുത്ത് പൈസ അയച്ചു കൊടുത്ത് ഞാൻ എങ്ങനെയാണ് ക്ലിയർ ആക്കും. വേറെ ഇവിടുന്ന് മാങ്ങാനൊക്കെ പരിചയവും കാര്യമില്ല. ഞാൻ റഫേന്ന് പരിചയമുള്ള ഞാൻ അത് എൻ്റെ പൈസ അന്ന് അതങ്ങനെ ഒരു സംഭവം ആയിപ്പോയതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്ത പരിപാടിയുടെ ആയതുകൊണ്ടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ടാണ് പിന്നെ പരിപാടികളിൽ എടുത്തു പോയവരോട് അറിയാണ്ട് പിന്നെ അവരോട് നമ്മൾ എന്താ പരിപാടി വെച്ചിട്ട് പറയാണ്ടായി. രണ്ട് ഓൺ തന്ന പൈസ പിന്നെ ഞാൻ കരുതി കൂട്ടി എടുത്തൊന്നുമല്ല. അതുകൊണ്ട് എൻ്റെ പൈസ എൻ്റെ മുകളിൽ നിന്ന് ഒരു തെറ്റിലും പിടിക്കലൊന്നും വരില്ല. ഞാൻ പൈസ റെഡിയാക്കാനുള്ള ആളുകൾ ഞാൻ റെഡിയാക്കി വെച്ച് കണ്ടുകണ്ട് ഞാൻ പിന്നെ അയാളുമായിട്ട് സംസാരിക്കണം. ഇല്ലാത്ത പൈസ കൊടുത്ത് വിസ അടിച്ച് പോയാൽ തന്നെ ഇപ്പറെ കൊണ്ട് നോക്കിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ. കാരണം എൻ്റെ പൈസ കൊണ്ട്
നമ്മളുമായിട്ട് യാതൊരു കാരണവശാലും തെറ്റുകയില്ല, ഒന്നും ആക്കുകയില്ല. ഇതുവരെ ആരും തെറ്റിക്കില്ല. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എത്രയോ ലക്ഷം റുപ്യ ഞാൻ വാങ്ങി എൻ്റെ പ്രശ്നങ്ങളിൽ ഞാൻ തീർത്തിട്ട് ഞാൻ ഒരിക്കൽ പണിയെടുത്ത് വീഡിയോ കൊടുത്തത്. പക്ഷേ ഇതുവരെ ഒരാളും തെറ്റോ വർത്താനം പറയുകയോ കൊല്ലുമാലോ ഒന്നും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് അത് ലക്ഷ്യമുണ്ട്. അപ്പോൾ നിങ്ങളെ പൈസ നമുക്ക് ഇതുപോലെയൊക്കെ തരാമെന്നുള്ള ഒരു ധൈര്യമുള്ളതുകൊണ്ടാണ് ഞങ്ങളോട് വാങ്ങിയത്. അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ തരും, ഞങ്ങളോട് പറയുകയും ചെയ്തിരിക്കണം. അതുകൊണ്ട് ഞാൻ പൈസ നോക്കട്ടെ. അയാൾ എയർപോർട്ടിൽ ജോലിക്കാരൻ, അയാൾ രാത്രി 7 മണിക്ക് വിളിച്ചിട്ട് അയാളുടെ നമ്പർ വാങ്ങി വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചോട്ടെ. ഞങ്ങളെ ഹലോ, നിങ്ങളെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ട് ഇതിലിട്ട് ഞാൻ ഇന്നലെ അയാളോട് സംസാരിക്കുക. അയാൾ ഇന്ന് മറ്റേ ആളുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അയാളെ കൊണ്ട് പൈസ ഇടിക്കുന്നത് തീർത്തിടിക്കുമെന്നാവില്ല. ഒരു എത്ര അയക്കുമെന്ന് വണ്ടിയൊന്നും ചോദിച്ചിട്ട് അയാൾ അയക്കുന്നതില്ല പരമാവധി ആക്കിക്കും. നിങ്ങൾ അക്കൗണ്ടിൽ ഇട്ട് വെക്ക് കേട്ടോ. ബാക്കി ഞാൻ ഇവിടുന്ന് പണിയെടുത്തിട്ട് ഓരോ അങ്ങനെ കുറച്ച് ആക്കിയിട്ട് അതും ഒരു ചട്ടിയും. അതെ, ഞാൻ ഇന്നലെ അയാളെ കണ്ടത് മോന്തിക്ക്. അപ്പോൾ അയാളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് അയാൾ ഈ അയക്കുന്ന ആളുണ്ടല്ലോ, ഓരോട് പറഞ്ഞ് സംസാരിച്ചിട്ട് എന്നോട് പറയാൻ തോന്നി. ഇന്നും പിന്നെ എയർപോർട്ടിൽ വിളിക്കണം. ഒരു സാധാരണ വൈകുന്നേരം ഇവിടെ വരും. നമ്മൾ അങ്ങ് നാട്ടിലുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, അതുകൊണ്ട് എന്നോട് നമ്പർ വാങ്ങി. അപ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞ് സംസാരിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അഡ്രസ്സും കൊടുക്കാൻ വെച്ചിട്ട് വാങ്ങി. വന്നാൽ പിന്നെ എനിക്ക് പ്രശ്നമില്ല. 6 മണി വരെ ഒരേ പണി അവിടെ എനിക്കിങ്ങനെ പിടിച്ച് നിൽക്കണം, അല്ലാണ്ട് നിൽക്കുന്നില്ല. ഒരു വിവരമില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലായിട്ട് വിളിക്കും, സംസാരിച്ച് ക്ലിയറാക്കി. നമുക്ക് നാളെ മറ്റന്നാൾ നിർത്തും. അത്യാവശ്യത്തിന് 2 ആഴ്ചയൊക്കെ പോയതാണ്. കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ബാക്കി പിന്നെ പിറ്റേത്തെ മാസം കൊടുത്താൽ ആവശ്യത്തിന് നാട്ടിൽ പോയത് വന്നു കഴിഞ്ഞാൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. വന്നു കഴിഞ്ഞാൽ റെഡിയാക്കി നിങ്ങൾ തന്നെ അക്കൗണ്ടിലേക്ക് ഇടും. പരമാവധി ചെയ്തെന്ന് വെച്ചാൽ അനുസരിച്ച് ഇടും. അതുകൊണ്ടാണ് വിളിക്കും പറയുന്നത് ചെയ്യാത്ത കേട്ടോ. അപ്പോൾ എന്തോ അത്യാവശ്യമായിട്ട് പോയതാണ്. സംസാരിച്ച് ക്ലിയറാക്കി അതാകുമ്പോൾ പൈസേൻ്റെ പരിപാടിയില്ല. ഉണ്ട് അടവാം. കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ബാക്കി പിന്നെ പിറ്റേത്തെ മാസം കൊടുത്താൽ 2 മാസം കിട്ടും. അതുകൊണ്ട് അതാകുമ്പോൾ നിങ്ങൾക്ക് ലാഭം കാര്യം കൊടുക്കുകയും വേണം. അപ്പോൾ അത് 2 പ്രാവശ്യമായി ഞങ്ങളെ അയപ്പിച്ചാൽ നിങ്ങളെ പ്രശ്നങ്ങൾ തീരുമ്പോഴായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്കത് നാളെ മറ്റന്നാൾ നിർത്തും. ഒരു അത്യാവശ്യത്തിന് 2 ആഴ്ചയൊക്കെ പോയതാണ്. വീട്ടിലും 4 ദിവസം നാളെ മറ്റന്നാൾ നിർത്തും. അതുകൊണ്ട് വിളിക്കും മതി ചെയ്യാം കേട്ടോ. അയാൾ വന്ന പാടി തന്നെ അഡ്രസ് കൊടുക്കും. ഞാൻ വിളിച്ച് പറയും സീരിയസിലുള്ളത്. എൻ്റെ ഭാര്യ എൻ്റെ ഉമ്മയും സീരിയസിലുള്ളത്. എൻ്റെ ഉമ്മയും സീരിയസ് സാബിലൊന്നും പേരില്ലാന്ന്. ഇപ്പം ക്യാൻസലാവും. ഇപ്പം വേഗം കയറണമെന്നും പറഞ്ഞു ദർശനം കേട്ട കാക്കാൻ്റെ അടുത്ത് നിൽക്കുമല്ലോ. അതുകൊണ്ട് ഇവിടെ എത്തും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അയാൾ എനിക്ക് പിന്നെ പൈസ മൊത്തം അയാൾ കൊണ്ടുപോയി. പിന്നെ ചേട്ടാ, ഞാൻ നിങ്ങളെ വിളിക്കാം. ഞാൻ പിന്നെ പൈസ അയാൾ എത്തിക്കില്ല ചേട്ടാ. അയാൾ പൈസ എന്തായാലും വന്ന പാടം അയച്ചു എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. നിങ്ങൾ പൈസ മൊത്തം അയപ്പിക്കും. അയാൾ വന്നു കഴിഞ്ഞാൽ അയാൾ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഇങ്ങെത്തും. അയാൾ എന്തോ ചെറിയ ഇത് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അത് അയാൾ വന്നാൽ നിങ്ങൾ പൈസ മൊത്തം അയാൾ കൊണ്ട് അയപ്പിക്കും. അയാൾ ഇവിടെ വന്നിട്ട് അയക്കുള്ളൂ, അല്ലാണ്ട് അങ്ങ് നാട്ടിൽ നിന്ന് അയക്കൂല. അതുകൊണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് നിങ്ങൾ പൈസ അയക്കുന്ന അക്കൗണ്ട് ഇടിക്കും. പൈസ അയാൾ അയച്ചു തന്നു വന്നിട്ടുണ്ട്. അയാൾക്ക് ഞാൻ കുറച്ച് കൊടുത്താൽ മതി. എനിക്ക് ഇവിടുന്ന് ശമ്പളം ഇവിടുന്ന് കിട്ടാത്ത പ്രശ്നമുള്ളതുകൊണ്ടാണ് കുറച്ച് ഇവിടുന്ന് ഞാൻ കുറച്ച് കഴിച്ചാൽ അങ്ങ് തരുമല്ലോ. ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ വിളിക്കുകയും ചെയ്യാത്ത. ഒന്ന് എത്തി പിന്നെ വന്നിട്ട് ഉറപ്പ് പറയുന്നതാണ്. ഞാൻ എത്തി അയച്ചു തരും. നമുക്ക് ഞങ്ങൾ എത്തിട്ട് എത്തി കഴിഞ്ഞാൽ ഉടനെ അയച്ചു തരും. ആദ്യത്തെ കാർഡിന് കൾച്ചർ അറ്റാക്കാൻ ഞാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഞാൻ ആദ്യം താമസിപ്പിക്കില്ല. ഇത്രയും പെട്ടെന്ന് നമ്മളെ ക്ലിയർ ആക്കുന്നേ. പെട്ടെന്ന് ക്ലിയർ ആക്കും. അതുകൊണ്ട് പിന്നെ ഒന്ന് വന്നോട്ടെ. അത് എനിക്കൊരു ഒരുപാട് കൊണ്ടുവേണ്ടതാണ്. ചേട്ടാ, നിങ്ങൾക്ക് ഈ മാസം ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് പൈസ എത്തിച്ചിരിക്കും. ഈ മാസം ഞങ്ങളോട് പിന്നെ ഉറപ്പായിട്ട് പറയാം. നിങ്ങൾ പിന്നെ വിഷമവും കാര്യമൊന്നും പറയണ്ട. ഈ മാസം ഞങ്ങളുടെ അക്കൗണ്ട് പൈസ എത്തിച്ചിരിക്കും. ഞങ്ങളോട് പൈസ വാങ്ങിയതാണ്. ഞാൻ പിന്നെ തരുവാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഈ മാസം നിങ്ങൾക്ക് പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചിരിക്കും. ഞാൻ അത് എത്തിക്കുവാനുള്ള എല്ലാ പണിയും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ എത്തിച്ചിരിക്കും. നിങ്ങളിങ്ങനെ പിന്നെ മറ്റേ അവനോട് നാട്ടുകാരനോട് ഒക്കെ വിഷമം പറയുമ്പോൾ എന്നോട് പറയണ്ട. ഞാൻ നിങ്ങൾക്ക് പൈസ എത്തിച്ചിരിക്കും ഈ മാസം. നിങ്ങൾ ലേശം ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചാൽ മതി. നിങ്ങൾ പൈസ മൊത്തം ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിക്കും. അതല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ കയ്യിലെടുക്കും. രണ്ടാമത് ചെയ്യും. ഈ മാസം ഞാൻ ചെയ്യും. എന്നിട്ട് മറ്റുള്ള കാര്യങ്ങളാണ് ചെയ്യുള്ളൂ. നിങ്ങൾ എന്നെ വിളിക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ ഞാൻ കളിപ്പിക്കുക വിളിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് പൈസ തരും. അതിൻ്റെ ഇതും തരും, ഇൻട്രസ്റ്റ് തരും. ഞങ്ങളൊന്നും പറയാത്തതാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റെഡിയാക്കി തരും. ഈ മാസം ഞാൻ റെഡിയാക്കി തരും. ഈ മാസം നിങ്ങൾക്ക് പൈസ കിട്ടും. നിങ്ങൾ എന്നെ വിളിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. പൈസ എത്തുന്ന വിടുന്ന സമയത്ത് ഞങ്ങൾ വിളിച്ചു. ഇപ്പം അത് കുറച്ച് നിങ്ങൾക്ക് നാളെ എടുക്കുന്ന കാരണം എനിക്ക് ഞാൻ നിന്നിട്ട് ചുരയുടെ സ്ഥലത്തായിട്ട് ഞാൻ നിന്ന് വളരെ ചുരമുള്ള വളരെ ചൊല്ലിയ എല്ലാവർക്കും അറിയാം. ഞാൻ പറയാണ്ട് എല്ലാവർക്കും അറിയാം. നിങ്ങൾ കുഞ്ഞുക്കാരൊന്നും പറയാം. അയാളെങ്ങനെ ചിരിക്കും. അപ്പോൾ ശമ്പളം തന്നെ ഇപ്പോൾ 1.5 മാസം 2 മാസം ശമ്പളത്തിൻ്റെ അടുത്ത് ഇവിടെ കിട്ടാണ്ട്. നമ്മുടെ നാട്ടുകാരൻ തന്നെ തിരുവള്ളൂർക്കാരനാണ് സംഭവം. നമുക്ക് അറിയാവുന്ന ഒരാളുമാണ്. ശമ്പളം ഓൻ്റെ നിന്ന് വീട്ടിൽ തരായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഓൻ്റെ എന്ത് ചെയ്ത് കഴിഞ്ഞ് ശമ്പളം കിട്ടാത്തത് കൊണ്ട് പണി അങ്ങ് നിർത്തി കളി.
ശമ്പളം പൈസ തരാണ്ടൊന്നും നിൽക്കൂല. പൈസ തരാണ്ടിരിക്കുന്ന തെരുവുള്ള പണിയല്ല എനിക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഈ മാസം ഞാൻ പൈസ തരും. അതുകൊണ്ട് ഞങ്ങളോടൊന്നും പറയാത്തത്. ഞാൻ ലേശം കുടുങ്ങി പോയിട്ടുണ്ട് ഇവിടെ പണിക്ക് വന്നത്. 2 മാസം ഞാൻ തേച്ച് നിൽക്കില്ല ഇവിടെ പണിക്ക് ശരിക്കും. പക്ഷെ എനിക്ക് പൈസ തരുവാണ്ട്. ആ പൈസ ഇതുവരെ കിട്ടിയില്ല. നിങ്ങൾ എന്നായിട്ടെന്തോ വാട്സപ്പ് ചോദിക്കുന്നതായിട്ട് ശമ്പളം കിട്ടുന്നില്ല, പിന്നെ എന്താ അതിൽ നിന്ന് കുറച്ചൊക്കെ തന്നുകൂടെ എന്നല്ല. ശമ്പളം കിട്ടിയില്ല ഇവിടെ. ഞാൻ പെട്ടിട്ടുണ്ട് ഇവിടെ. ഞാൻ നാട്ടിൽ നിന്ന് വന്ന് ആടെ വിസയൊന്നുമില്ല, ആടുന്ന പണിയൊന്നും ഇതൊന്നും ഇതൊന്നും നിങ്ങൾ അറിയിച്ച് നിങ്ങളോട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണം വെച്ചിട്ട് ഞങ്ങളോട് ഇതൊന്നും കാര്യങ്ങൾ പറയാൻ. പക്ഷേ നിങ്ങളിങ്ങനെ ചോദിക്കുന്നേരം പണിയും റെഡിയായി, വിസയും റെഡി, നിങ്ങളോട് സത്യം തുറന്ന് പറയാണ്ട് റെഡിയായി. അതുകൊണ്ട് അത് കാത്തിരിക്കുന്നൊന്നുമല്ല, രണ്ടും റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇവിടെ റെഡി ആയിട്ടുള്ളത്. പക്ഷേ ഈ മാസം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പൈസ. എടുക്കാൻ പറ്റും. എൻ്റെ കള്ളത്തിലാണെങ്കിൽ നിങ്ങൾ പുതിയ പേര് സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഏതൊരാളോടും ഇവിടെ ഈ പരിസരത്തുള്ള ഏത് ആളോടും പീഡിയക്കാരോടായിക്കോട്ടെ ആരോടും അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ എല്ലാം മനസ്സിലാവും. ഞാൻ പറയുന്ന കള്ളത്തിലോ കാര്യമോ അല്ലെങ്കിൽ പൈസ തരുമെന്ന് ഒരു ഐഡിയ പറയുന്നതോ ഇതെല്ലാം വിചാരിക്കും. പൈസ കൊടുക്കുമല്ലോ അങ്ങനത്തെ പലതും വിചാരിക്കും. അതെല്ലാം എനിക്കറിയാം. അപ്പോൾ ഞാനിങ്ങനെ പൈസ കൊടുക്കുവാനുള്ളത് ഇപ്പം ഇവിടെ ഗൾഫ് രാജ്യത്ത് പൈസ കൊടുക്കുവാനുള്ളത് ഞങ്ങൾക്ക് ഉള്ളൂ. അല്ലാണ്ട് പുറത്തുള്ള ഇവിടുന്ന് അങ്ങനെ പൈസ വാങ്ങല്ലേ. ഞാൻ അതേ അങ്ങനെ വാങ്ങാൻ ഡെയിലി ഞാൻ കൊണ്ടുകൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടുപോയതാ. പൈസ വാങ്ങിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ അത് കാക്കുകയൊന്നും ചെയ്യണ്ട. അല്ലാണ്ട് തന്നെ പൈസ റെഡിയാക്കി തരും. അതുകൊണ്ട് നിങ്ങൾ കാത്തത്തിൽ തന്നെ കാത്തു കഴിഞ്ഞാൽ ഈ മാസം നിങ്ങൾക്ക് പൈസ കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൊടുത്തിട്ട് ചേട്ടാ ഇന്നും നാളെ ഒന്നും ചെയ്യാനാവില്ല. ഞങ്ങളുടെ പണിക്കില്ല. ഞാനത് പണി വിട്ടിട്ട് കാറിന് പൈസയും കിട്ടിയില്ല. വിസ ഇവിടെ ഉള്ളിലായി കഴിഞ്ഞാൽ ഒരു പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിസ ഒക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നാളെയോ മറ്റന്നാളോ വിസ ഉള്ളിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മാസമായി 1.5 മാസമായി കാര്യം ഞാൻ അവിടെ വിസ അടിച്ചിട്ട്. അത് 1.5 മാസം കഴിഞ്ഞ് അതിൻ്റെ പൈസയും കഴിച്ച് ബാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസ കിട്ടി കഴിഞ്ഞാൽ അതിനൊക്കെ തരാമെന്ന് വിചാരിച്ചു തരും. പിന്നെ അത് കിട്ടിയില്ല. ഇന്നും നാളെയല്ലേ നാട്ടിൽ നിന്ന് വേണമെന്നുണ്ട്. എന്നെ ഇപ്പം നടക്കാത്തതുകൊണ്ട് എന്നോട് ഞാൻ പറഞ്ഞു പല പ്രാവശ്യം എന്ത് പറയാനാ. അതുകൊണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ മാസം പൈസ ഞങ്ങൾക്ക് തന്ന് തരും. നിങ്ങൾ പിന്നെ ടെൻഷനാകുന്നു വേറെ ഒന്നും വേണ്ട. ഞങ്ങളെ പൈസ ഞങ്ങൾ വിളിക്കും. നിങ്ങൾ അക്കൗണ്ട് നമ്പറിൽ എൻ്റെ അടുത്തുണ്ട്. എന്തെങ്കിലും പൗപ്പാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് വല്ലേ പലിശക്ക് വാങ്ങും, അല്ലെങ്കിൽ പിന്നെ അടവിനും എന്തെങ്കിലും ഒരു അടവ് റെഡിയിലുണ്ടായിരുന്നു. അന്നേരം പണി പോയതുകൊണ്ടാണ് പിന്നെ സംസാരിച്ചുവിടാണ്ടായി പോയതാണ്. അത് കറക്റ്റായിട്ട് 30 നാട്ടിൽ നിന്നെല്ലാം വന്നതാണ്. പക്ഷേ പണിക്കൊന്നും കാര്യം കഴിഞ്ഞാൽ ഞാൻ അയാളോടൊന്ന് പറയും. അന്നേരം അയാൾ കിട്ടി. നമ്മൾ പണിക്ക് വരാണ്ട് അയാൾ ഇട്ടില്ല. അതുകൊണ്ട് അങ്ങനെ കൂടി പോയി. ഞാൻ ലക്ഷം കേട്ടോ ചങ്ങായി തൈപ്പ് ബന്ധപ്പെട്ടത്. എൻ്റെ ഒരു കാലഘട്ടം വന്ന് പെട്ടുപോയതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ നിങ്ങളിങ്ങനെ പണി ഇങ്ങനെ പോയതൊന്നും അവത് കണ്ടിട്ട് പോകുമ്പോൾ പറയുന്നു വേണ്ട. പണിയെല്ലാം പോയി ഇതൊന്നും പറയുന്നു വേണ്ട. അയാൾ നമ്മളെ ഒരു ഇതാക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ ഇവിടെ പണി തുടങ്ങി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പൈസ നിങ്ങളെ കൊണ്ടെത്തി ആദ്യം നിർത്തി. ഒന്നായിട്ടില്ലെങ്കിൽ എൻ്റെ എത്തിയ പൈസ ചാർജ് നിർത്തി ഉടനെ തന്നെ കുറേ തന്നിട്ട് പ്രശ്നം നിങ്ങൾ വികാസം കൊണ്ടാണ് വിളിക്കുന്നത് എനിക്കറിയാം. പിന്നെ ഞാൻ ഇങ്ങനെയൊന്നും ആക്കുമൊന്നും ചെയ്യാം. പക്ഷെ ഞാൻ കുടിക്കണം കുടുങ്ങിപ്പോയതുകൊണ്ടാണ്. പിന്നെ ശേഷം ഞാനിപ്പോൾ മര്യാദ പണിയെല്ലാം കുറവാണ്. വെള്ളിയാഴ്ച ലീവാണ്. ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച അങ്ങോട്ട് വരാം, കാണാം. ആ സാഫിറെ തന്നെ സാബേ ആടെ തന്നെയാണ് ഞാൻ ഉള്ളതെങ്കിൽ ഞങ്ങളുടെ പൈസ ഏകദേശം കഴിഞ്ഞിരിക്കുക. ഇത് ഞാനങ്ങ് ആടെയും നാട്ടിൽ പോയി ആടെയും കൂടി ആടെ അങ്ങനെ ബുദ്ധിമുട്ടായി. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടിലായി. അതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടിനൊരു മനുഷ്യനങ്ങായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ. അല്ലാണ്ട് നിങ്ങൾ ഇടങ്ങാറാക്കുവാനോ നിങ്ങൾ സുൽപ്പാക്കാനോ നിങ്ങൾ തരാണ്ടിരിക്കുവാനോ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമല്ല. അങ്ങനത്തെ ഒരു പരിപാടിക്കൊന്നും എന്നെ നോക്കുകയും വേണ്ട. നിങ്ങളൊന്നും ₹1 ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളെ പൈസ നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ട്, വിഷമമുണ്ടെന്നില്ല എനിക്കും അറിയാം. പക്ഷേ എൻ്റെ കയ്യിലില്ലാണ്ട് നിങ്ങൾക്ക് എടുത്തെന്ന് തരാൻ പറ്റില്ല. നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒന്നും തീരുമാനമാവില്ല. കാരണം ഞാൻ പിന്നെ ഇതെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരുപാട് പ്രശ്നത്തിൽ നാട്ടിൽ ഞാൻ പൈസ ഒന്നുമില്ല. ഞാൻ തീരുമാനിക്കാൻ പറ്റുന്ന ആളും. അപ്പോൾ ഞാൻ നാട്ടിൽ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ആരോടും ഡേനായിട്ട് വാങ്ങിയിട്ട് പരിചയത്തിൽ ആരോടും സംസാരിച്ച് ഡേനായിട്ട് വാങ്ങിയിട്ട് കുറച്ച് പൈസ തരാൻ വിചാരിച്ചത് അത് നടന്നില്ല. അതിപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞിട്ടും കാര്യം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനെങ്കിൽ എൻ്റെ കടന്ന് കൊടുക്കാൻ പോകാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ നിൽക്കുന്നത്. ഇതിൽ എടുത്തിട്ട് വിഷമം പിടിച്ച് നിൽക്കൂലേ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കും. പൈസ നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് തരും. നിങ്ങളെ പൈസേൻ്റെ കാര്യമല്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. പെട്ടെന്ന് ഞങ്ങൾക്ക് ക്ലിയറാക്കി തരും. പിള്ളേരില്ലെങ്കിൽ ഞങ്ങൾക്ക് കുറേച്ചൊക്കെ തന്നെങ്കിൽ നിങ്ങളെ പ്രശ്നം ഞാൻ തീർക്കും. നിങ്ങളെ പ്രയാസം കൊണ്ടാണ് വിളിക്കുന്നതെന്നെല്ലാം എനിക്കറിയാം. അങ്ങനെ ഇയാളിപ്പോൾ ഒരു മാസമായി നാട്ടിൽ പോയിട്ട്. ജൂൺ 22 ജൂൺ 8 പറഞ്ഞ്. ജൂൺ 8 പറഞ്ഞിട്ട് പിന്നെ 22 ഞാൻ മെസ്സേജ് എടുത്ത് റിപ്ലൈ ഒന്നുമില്ല. അങ്ങനെ നാട്ടിൽ പോയി എന്ന് അറിഞ്ഞു. പിന്നെ ഇയാൾ വീട്ടിൽ ഒരാളുണ്ട് നമ്മളെ കടയിലല്ലേ. ഇപ്പോൾ പറഞ്ഞ് നാട്ടിലുള്ള അങ്ങനെ ഇപ്പോൾ ഉള്ള സ്ഥിതി. പിന്നെ ഇപ്പോൾ ഒരു റിപ്ലൈ ഇല്ല, നമ്മളെ കോൺടാക്ട് ചെയ്യുന്നില്ല. എൻ്റെ നമ്പർ അയാളെത്തുണ്ടാവും. ഓക്കെ.